ഞാൻ എൻ്റെ പാലക്കാടുകാരോട് പറയേണ്ടതൊക്കെ അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അവരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം ഞാൻ ഓൾറെഡി മറുപടി പറഞ്ഞല്ലോ. അതെല്ലാം ഞാൻ നിയമപരമായി നേരിടുന്നു. അല്ല, പറയട്ടെ. അതായത് പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പറയും. 1. 2, നിയമപരമായി നേരിടേണ്ട കാര്യങ്ങളെ ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ നിയമപരമായി നേരിടും. ജനങ്ങളോട് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും പറയേണ്ട കൃത്യമായ സമയത്ത് ജനങ്ങളോട് പറയും. 3ാമത്തെ കാര്യം, നിങ്ങളെല്ലാവരും കൂടെ താല്പര്യമെടുത്തിട്ട് ഒരു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ. ഓക്കെ. യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി പ്രിയപ്പെട്ട തൃശ്ശൂർ ജില്ലാ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ പ്രസിഡൻ്റായും ജില്ലാ KSU കമ്മിറ്റിയുടെ മുൻ ഉപാധ്യക്ഷനായും എൻ്റെ കമ്മിറ്റിയിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷനായിട്ടുമൊക്കെ പ്രവർത്തിച്ച ഉജ്ജ്വല സംഘാടകൻ ശ്രീ OJ ജനീഷ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ജനീഷിൻ്റെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റായിട്ടുള്ള പ്രവർത്തനം ഏറ്റവും മികച്ചതായിരിക്കുമെന്ന് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. ശ്രീ ഷാഫി പറമ്പിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരിക്കുന്ന കാലത്ത് ഞാനന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. തൃശ്ശൂരിൽ സംസ്ഥാന സമ്മേളനം അത് സംഘടിപ്പിക്കുന്നത് ജനീഷിൻ്റെ കൂടി സംഘാടക മികവിനെ കണ്ടിട്ടാണ്. ഉജ്ജ്വലമായ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയ ആ സമ്മേളനത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് ശ്രീ ജനീഷ്. അതുപോലെ തന്നെ ലോ കോളേജിലെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ക്രൂരമായ SFIയുടെ മർദ്ദനങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള, ഒരു തവണ ലൈഫ് ത്രെറ്റ് പോലും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരിക്കുന്ന കാലയളവിൽ എന്നോടൊപ്പം സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഏറ്റവും ഉജ്ജ്വലമായി അതിൻ്റെ എല്ലാവിധമായ സുഖത്തിലും ദുഃഖത്തിലും ഒപ്പം നിന്നിട്ടുള്ള സഹപ്രവർത്തനാണ്. അദ്ദേഹത്തിൻ്റെ പുതിയ ഭാരവാഹിത്വത്തെ സ്വാഗതം ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ബിനു ചുള്ളിയിൽ, ദേശീയ കമ്മിറ്റിയുടെ സെക്രട്ടറിമാരായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ അബിൻ വർക്കി, ശ്രീ KM അഭിജിത്ത് അടക്കമുള്ളൊരു നല്ല ടീം. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജനവിരുദ്ധമായ ഈ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ മുന്നണിയെ നിലംപരിശാക്കുവാൻ കഴിയുന്നവർ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന ഉജ്ജ്വലമായ ടീം വന്നു. ആ ടീം വന്നതിന് ആരോപണം വന്നതിന് ശേഷം താങ്കൾ മാധ്യമങ്ങളെ കണ്ട ഓരോ തവണയും ഉണ്ടായ ചോദ്യമാണ്, ഇതിൽ വ്യക്തത വരുത്തുന്നില്ല, ഓഡിയോ സംഭാഷണം. അതിന് ഞാൻ മറുപടി പറഞ്ഞു. അതായത് എനിക്ക് പറയാനുള്ള മറുപടി കൃത്യമായ സമയത്ത് കൃത്യമായ സാഹചര്യത്തിൽ പറയും. അങ്ങ് തിടുക്കപ്പെടാറ്.